സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 19 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 2, ഷോർട്ട് ലിസ്റ്റ് 13 ഉൾപ്പെടെ 15 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 3, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യ റാങ്ക് ലിസ്റ്റ്. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് കോമൺ ഫെസിലിറ്റി സർവീസസ് സെൻറ്ററിലേക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പ്ലാസ്റ്റിക്, കാറ്റഗറി നമ്പർ 386/2021. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. വയനാട് ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 287/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി, കാറ്റഗറി നമ്പർ 187/2023. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 56.67. ലിസ്റ്റിലാകെ 525 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 357 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ്. പത്തനംതിട്ട ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് ആയുർവേദ NCA LC/A വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 117/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഫീൽഡ് ഓഫീസർ, കാറ്റഗറി നമ്പർ 321/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ ആകെ 30 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 21 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഫീൽഡ് ഓഫീസർ, ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 178/2021. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഫീൽഡ് ഓഫീസർ, ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 177/2021. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് ആയുർവേദ NCA മുസ്ലിം വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 321/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS, കാറ്റഗറി നമ്പർ 310/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 66 ആണ്. ലിസ്റ്റിലാകെ 24 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST വുഡ്ലി, കാറ്റഗറി നമ്പർ 450/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ്. ആലപ്പുഴ ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 287/2023. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് സെക്കൻഡ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കാറ്റഗറി നമ്പർ 679/2022. ടെക്നിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് സെക്കൻഡ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കാറ്റഗറി നമ്പർ 679/2022 എന്ന ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്കുള്ള പ്രമാണ പരിശോധന 28/6/2024 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ മെസ്സേജിൽ പറയുന്ന നിശ്ചിത തീയതിയിലും സമയത്ത് ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ്, പ്രൊഫൈൽ, SMS എന്നിവ മുഖേന നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത പക്ഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ GR സെക്കൻഡ് B വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712546 അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ
അനസ്തേഷ്യോളജി, കാറ്റഗറി നമ്പർ 343/2023. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനസ്തേഷ്യോളജി, കാറ്റഗറി നമ്പർ 343/2023 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂ 4, 5 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ GR5 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464439. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫസ്റ്റ് NCA LC/AI വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 288/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 287/2023. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി, കാറ്റഗറി നമ്പർ 345/2023. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി, കാറ്റഗറി നമ്പർ 345/2023 എന്ന തസ്തികയുടെ അഭിമുഖം 28/6/2024, 3/7/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ, വ്യക്തി വിവരക്കുറിപ്പ്, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മെമ്മോയിൽ പറയുന്ന സ്ഥലത്തും സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125463664. PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ എന്നിവ പരിശോധിക്കുക. ഉദ്യോഗാർത്ഥികൾ കോവിഡ് മാനദണ്ഡം പാലിച്ച് ഹാജരാക്കേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫസ്റ്റ് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 554/2022. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. പാലക്കാട് ജില്ലയിലേക്ക് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 712/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 52.33. ലിസ്റ്റിലാകെ 74 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 13 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൽ സോയിൽ സർവേ ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, കാറ്റഗറി നമ്പർ 489/2021. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൽ സോയിൽ സർവേ ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, കാർട്ടോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സ്റ്റേറ്റ് വീഡ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, NCA ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, കാറ്റഗറി നമ്പർ 489/2021 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി 7/11/2023 തീയതിയിൽ പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം 2024 ജൂലൈ 5 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റ്, വ്യക്തിവിവരക്കുറിപ്പ് എന്നിവ സഹിതം പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത മെമ്മോയിൽ പറയുന്ന നിശ്ചിത തീയതിയിലും സമയത്തും സ്ഥലത്തും അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് GR4B സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464418. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രോയിങ് ടീച്ചർ,
ഹൈസ്കൂൾ. എറണാകുളം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ്. മലപ്പുറം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ്, മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. മലപ്പുറം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്. തൃശ്ശൂർ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് മത്സ്യ ഫണ്ടിലേക്ക് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് മത്സ്യ ഫണ്ടിലേക്ക് സ്റ്റോർ കീപ്പർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്ന് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഗാന്ധിയൻ സ്റ്റഡീസ്. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. തൃശ്ശൂർ ജില്ലയിലേക്ക് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് സൂപ്രണ്ടൻറ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് മെയിൽ. ഹെഡ് ഓഫീസിൽ നിന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹൈഡ്രോ ജിയോളജിസ്റ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഫസ്റ്റ് NCA SCCC വിഭാഗക്കാർക്കായി. തൃശ്ശൂർ ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം. ഹെഡ് ഓഫീസിൽ നിന്നും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഇൻ അറബിക് LPS സെക്കൻഡ് NCA OBC വിഭാഗക്കാർക്കായി. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ്. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ്. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് അറബിക് സെക്കൻഡ് NCA ഈഴവ ബില്ലവ തീയ വിഭാഗക്കാർക്കായി. തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ്. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. തൃശ്ശൂർ ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് LD ക്ലർക്ക് എക്സ് സർവീസ് മെൻ ഓൺലി NCA SIUC നാടാർ വിഭാഗക്കാർക്കായി. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡിലേക്ക് സോയിൽ സർവേ ഓഫീസർ. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ്. എറണാകുളം ജില്ലയിലേക്ക് ആയുർവേദ കോളേജസിലേക്ക് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് ആയുർവേദ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമസ്കാരം.